എല്ലാവർക്കും ശ്രീമാത്സിലേക്ക് സ്വാഗതം. PSCയുടെ വിവിധ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടി ആവർത്തിച്ച് ചോദിക്കുന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു മെഗാ റിവിഷൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നു. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഈ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് ആവശ്യമുള്ള എല്ലാ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ തുടർന്നും ധാരാളം വീഡിയോസ് ശ്രീമാത്സിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡീറ്റെയിൽഡായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് ലോങ് വീഡിയോസും ഷോർട്ട് വീഡിയോസും ഉൾപ്പെടെ 2200 പരം വീഡിയോസ് ശ്രീമാത്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഒരു സംഖ്യാശ്രേണിയാണ് നമ്പർ സീരീസ് 1, 2, 5, 10, 17, 26. അടുത്ത നമ്പർ ഏതാണെന്ന് ചോദിച്ചേക്കുക. അപ്പോൾ നമ്മൾ ഈ ശ്രേണി എങ്ങനെയാണ് പോയേക്കുന്നത്, അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ശ്രദ്ധിക്കുക. അതായത് 1, 1, 2, 2, 3, 5, 5, 5, 10, 10, 7, 17, 17, 9, 26 അങ്ങനെയാണ് പോയേക്കുന്നത്. ഇവിടെ 1 കൂട്ടി, ഇവിടെ 3 കൂട്ടി, ഇവിടെ 5 കൂട്ടി, 7, 9. അപ്പോൾ ഈ രണ്ട് വീതം കൂട്ടി അങ്ങ് അടുത്തതിൻ്റെ കൂടെ കൂട്ടി എഴുതിയാൽ മതി. ഇവിടെ 1ൻ്റെ കൂടെ 1 കൂട്ടി 2, 2ൻ്റെ കൂടെ 3 കൂട്ടി 5, 5ൻ്റെ കൂടെ 5 കൂട്ടി 10, 10ൻ്റെ കൂടെ 7 കൂട്ടി 17, 17ൻ്റെ കൂടെ 9 കൂട്ടി 26. അങ്ങനെ ആ പാറ്റേണിലാണ് ഈ ശ്രേണി പോയേക്കുന്നത്. അപ്പം നമുക്ക് ഇവിടെ എന്ത് വേണം, 26ൻ്റെ കൂടെ 1 കൂട്ടി 3 കൂട്ടി 5, 7, 9, 2 വീതം കൂട്ടി അതായത് 11. 27, 6, 11, 37 കിട്ടും. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഈ ഒറ്റേനെ കണ്ടിട്ട് വ്യത്യസ്തമായതാണ്. ഡെസ്ക്, മേശ, കസേര, പുസ്തകം. ഇത് പുസ്തകമാണ് ഉത്തരം. ബാക്കിയെല്ലാം തടി കൊണ്ടുണ്ടാക്കുന്ന ഉപകരണങ്ങളാണ്, തടി കൊണ്ടുള്ളതാണ്. കുറുനരി, സിംഹം, പെരുമ്പാമ്പ്, കടുവ. പെരുമ്പാമ്പാണ്. ഇത് ഉരകമാണ്. ബാക്കിയെല്ലാം മൃഗങ്ങളാണ്. റൈഫിൾ, പരിച, റിവോൾവർ, വാള്. റൈഫിൾ, പരിച, റിവോൾവർ, വാള് പരിചയാണ്. പരിച ഒഴിച്ച് ബാക്കിയെല്ലാം ആക്രമിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ്. ഫാൻ, റേഡിയോ, TV, പ്രഷർ കുക്കർ. പ്രഷർ കുക്കറാണ് ഉത്തരം. കാരണം ബാക്കിയെല്ലാം ഇലക്ട്രിസിറ്റിയായിട്ട് കറണ്ട് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നതാണ്. പേന, പേപ്പർ, ബ്രഷ്, പെൻസില്. പേപ്പറാണ് ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിൽക്കുന്നത്. ക്ലോക്ക്, സൂചി, അക്ഷരം, സമയം. അക്ഷരം. ബാക്കിയെല്ലാം ക്ലോക്കുമായിട്ട് ബന്ധപ്പെട്ടാണ്. വ്യത്യസ്തമായത് ശ്രീനിവാസ രാമാനുജൻ, ഭാസ്കരാചാര്യ, ആര്യഭട്ടൻ, മുൾക്കരാജാനന്ദാണ് ഉത്തരം. അദ്ദേഹം സാഹിത്യകാരനാണ്. ബാക്കി എല്ലാവരും മാത്തമാറ്റീഷ്യൻസ് ആണ്, ഗണിത ശാസ്ത്രജ്ഞന്മാരാണ്. 2n-ൻ്റെ 256 തന്നിട്ടുണ്ട്. അങ്ങനെ 2n+2-ൻ്റെ വില കാണുക. 2n+2 അതായത് n+n എന്ന് എഴുതാം. അതുപോലെ 2n+2-നെ നമുക്ക് എങ്ങനെ എഴുതാം, 2n × 2 എന്ന് എഴുതാം. 2n-ൻ്റെ വില ഇവിടെ തന്നിട്ടുണ്ട്. 256 ഗുണം 2 4, അതായത് 1024 കിട്ടും. ഇത് ഗുണിക്കുമ്പോൾ ഓപ്ഷൻ എ ആണ് ഉത്തരം, 1024. 3x = 729 എക്സിൻ്റെ വില എത്ര? 3x = 729നെ 3ൻ്റെ പവറാക്കി എഴുതാം. 3/6 വരും. അപ്പം ബേസ് രണ്ടും തുല്യമായാൽ കൃത്യങ്ക നിയമം അനുസരിച്ച് പവേഴ്സ് ഇക്വേറ്റ് x = 6. ഓപ്ഷൻ എ ആണ് ഉത്തരം. സംഖ്യാശ്രേണി എങ്ങനെയാണ് പോയിരിക്കുന്നത് നോക്കാം. 2, 3, 106, 177, 5618, 10443. ഈ ശ്രേണിയിലെ അടുത്ത 2 സംഖ്യകളാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ കൂട്ടി ഗുണിച്ച് കുറച്ചൊക്കെ നോക്കിയിട്ട് ഒരു വ്യത്യാസം കാണുന്നില്ല. ഇത് കൂട്ടി കുറച്ച് ഗുണിച്ചൊക്കെ നോക്കിയിട്ടൊരു വ്യത്യാസം കാണുന്നില്ല. ഇനി ഒന്നിടെ വെട്ടുള്ള സംഖ്യാശ്രേണി നോക്കാം. 2, 106, 5618. അപ്പോൾ അത് നോക്കുമ്പോൾ ഒരു 53 വെച്ച് ഗുണിച്ചാണ് കാണുന്നത്. 253 ഗുണിക്കുമ്പോൾ 106, 106 ഗുണിക്കുമ്പോൾ 5618. ഇനി 5618 53 വെച്ച് ഗുണിക്കുക, 29, 77, 54. ഇനി അതുപോലെ ഇവിടെ ഒന്നിടവിട്ടുള്ള സംഖ്യകൾ അടുത്തത് നോക്കും. 3, 177, 10, 443. അവിടെ ഒരു പ്രത്യേകത ഉണ്ട്. 3, 59 കൂടെ ഗുണിക്കുമ്പോൾ 177, 177, 59 കൂടെ ഗുണിക്കുമ്പോൾ 10, 443. ഇനി അതിൻ്റെ കൂടെ 59 ഗുണിക്കുക, 616, 137 കിട്ടും. ഇവിടെ ഓപ്ഷൻ ബി ആണ് ഉത്തരം. 29, 77, 54, 616, 137. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഒരു ഫിക്സഡ് നമ്പർ വെച്ച് ഇൻറ്റു ചെയ്തായി ഈ ശ്രേണി പോയേക്കുന്നത് ഒന്നിടവിട്ടുള്ള സംഖ്യയാണ്. 2, 53, 106, 106, 53, 5618, അതിൻ്റെ 53 അവിടെ. ഇനി 3, 53 ഗുണിക്കുമ്പോൾ 177, 177, 53 ഗുണിക്കുമ്പോൾ ഇത്. അപ്പോൾ ഇതുകൊണ്ട് ഗുണിച്ചൊന്ന് എഴുതിയാൽ മതി. ഓപ്ഷൻ ബി ആണ് ഉത്തരം. 2x എന്ന് പറഞ്ഞാൽ 4x ആണെന്ന് തന്നിട്ടുണ്ട്. ഇത് ക്രോസ് മൾട്ടിപ്ലൈ എങ്ങനെയാണെന്ന് നമുക്ക്, അതായത് 4x × 2x എന്ന് പറഞ്ഞാൽ 4ആണ്. ഇങ്ങനെ തന്നിട്ടുണ്ടല്ലോ, നമുക്കിതിങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തെടുക്കാം. 4x × 2x =
4. അപ്പൊ ഇവിടെ നമുക്ക് ഒരു കൃത്യങ്ക നിയമമുണ്ട്. എ ബി ദ ഹോൾ റൈസ് ടു n എന്ന് പറയാം എ റൈസ് ടു n ഇൻറ്റു ബി റൈസ് ടു n. ഇത് വെച്ചിട്ട് ഇവിടെ രണ്ടിടത്തും പവർ എക്സ് ആണ്. അതുകൊണ്ട് നമുക്ക് മൊത്തത്തിൽ അങ്ങ് പവർ ആക്കി എഴുതാം. എക്സ് 4 ഗുണം 2 ദ ഹോൾ റൈസ് ടു എക്സ് എന്ന് പറയാം 4 റൈസ് ടു എക്സ് ഇൻറ്റു 2 റൈസ് ടു എക്സ് സമം 4. 8 റൈസ് ടു എക്സ് സമം 4. അപ്പൊ നമുക്ക് 2ന്റെ പവർ ആക്കി എഴുതാം. ഇത് 8 എന്ന് പറഞ്ഞാൽ എന്തുവാ 2 ക്യൂബ് ദ ഹോൾ റൈസ് ടു എക്സ് സമം 2 സ്ക്വയർ. എ റൈസ് ടു എം ദ ഹോൾ റൈസ് ടു എൻ എ റൈസ് ടു എം ഇൻറ്റു എൻ, അതായത് 2 റൈസ് ടു 3 ഇൻറ്റു എക്സ് 3x സമം 2 സ്ക്വയർ. ഇവിടെ കൃത്യങ്ക നിയമം അനുസരിച്ച് ബേസ് 2 2 ആണ്. അപ്പൊ നമുക്ക് പവേഴ്സ് ഇക്വേറ്റ് ചെയ്യാം. 3x പവേഴ്സ് ഏതൊക്കെയാ 3x 2 3x ഈക്വൽ ടു 2. അപ്പൊ എക്സ് നമുക്ക് കാണാൻ 2/3 വരും. ഓപ്ഷൻ ബി ആണ്. ഒരിക്കൽ കൂടി പറയാം. നമുക്കിവിടെ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം. 4 സമം 4 റൈസ് എക്സ് ഇൻറ്റു 4 റൈസ് ടു എക്സ് ഇൻറ്റു 2 റൈസ് ടു എക്സ്. അപ്പോൾ 4 റൈസ് ടു എക്സ് ഇൻറ്റു 2 റൈസ് ടു എക്സിന് നമുക്ക് 4 ഇൻറ്റു 2 ദ ഹോൾ റൈസ് ടു എക്സ് എന്ന് എഴുതാം. 2നും ഉണ്ടല്ലോ എക്സ് പവർ. അപ്പോൾ 8 റൈസ് ടു എക്സ് സമം 4. ഇതിനെ 2നും 2ന്റെ പവർ ആക്കി എഴുതാം. അതായത് വിച്ച് ഇംപ്ലൈസ് 2 ക്യൂബ് ദ ഹോൾ റൈസ് ടു എക്സ് സമം 2 സ്ക്വയർ. രണ്ടും ബേസ് ഒരുപോലെ ആക്കിയാൽ നമുക്ക് ബാക്കി ചെയ്യാൻ എളുപ്പമായിരിക്കും. ബേസ് ഒരുപോലെ ആക്കിയാൽ 2 ക്യൂബ് ദ ഹോൾ റൈസ് ടു എക്സ് എ റൈസ് ടു എം ദ ഹോൾ റൈസ് ടു എൻ എ റൈസ് ടു എം ഇൻറ്റു എൻ 2 റൈസ് ടു 3 ഇൻറ്റു എക്സ് 3x സമം 2 സ്ക്വയർ. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ഇവിടെ പവർ ബേസ് രണ്ടും തുല്യമായാൽ നമുക്ക് പവർ ഇക്വേറ്റ് ചെയ്യാം. ഇവിടെ ബേസ് രണ്ടും 2 ആണ്. അപ്പൊ നമുക്ക് അതിനാകുമ്പോൾ 2ന്റെ പവർ ആക്കി എഴുതുന്നത്. അപ്പൊ ഇവിടെ പവേഴ്സ് ഇക്വേറ്റ് ചെയ്യാം. 3x ഈക്വൽ ടു 2. അപ്പൊ എക്സ് കാണാൻ കൂടെ കിടക്കുന്ന 3 വെച്ച് ഡിവൈഡ് ചെയ്യുക 2/3. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഇവിടെ 7 25 61 121 ഡാഷ് 337. ഈ മിസ്സിങ് ഏതാണെന്ന് കണ്ടുപിടിക്കേണ്ടത്. ഇത് 2 ക്യൂബിൽ നിന്ന് പറയും 8 എന്ന് പറയുന്നു. 2 ക്യൂബിൽ നിന്ന് പറയുന്നു. ഇത് 3 ക്യൂബിൽ നിന്ന് 2 കുറയുന്നു. 27 2 കുറഞ്ഞു 25. ഇത് 4 ക്യൂബിൽ നിന്ന് 3 കുറഞ്ഞു. ഇവിടെ 1 കുറഞ്ഞു 2 കുറഞ്ഞു 3 കുറഞ്ഞു 2 ക്യൂബ് 3 ക്യൂബ് 4 ക്യൂബ് 5 ക്യൂബിൽ നിന്ന് 4 കുറഞ്ഞു. അപ്പൊ ഇനി അടുത്ത 6 ക്യൂബിൽ നിന്ന് 1 കുറഞ്ഞു 2 കുറഞ്ഞു 3 കുറഞ്ഞു 4 കുറഞ്ഞു 5 കുറയണം. 216 5 കുറയണം 211 വരും. ഓപ്ഷൻ ബി ആണ് ഉത്തരം. അടുത്ത 7 ക്യൂബിൽ നിന്ന് 6 കുറഞ്ഞു. ആ രീതിയിലാണ് ശ്രേണി പോയേക്കുന്നത്. 343 6 കുറഞ്ഞു 337. അപ്പൊ ആ രീതി വേണം ഇത് പോകാൻ. 2 ക്യൂബിൽ നിന്ന് 1 കുറഞ്ഞു 3 ക്യൂബിൽ നിന്ന് 2 കുറഞ്ഞു 4 ക്യൂബിൽ നിന്ന് 3 കുറഞ്ഞു 1 കുറഞ്ഞു 2 കുറഞ്ഞു 3 കുറഞ്ഞു 4 കുറഞ്ഞു. അപ്പൊ 5 കുറഞ്ഞു. ഇതാ വേണ്ട. 216 5 കുറയുമ്പോൾ 211. ഓപ്ഷൻ ബി ആണ് ഉത്തരം. 13 17 15 19 വ്യത്യസ്തമായത് ഓട്ട് 1 ആണ് ചോദിച്ചേക്കുന്നത്. ഓട്ട് 1 വേറിട്ട് നിൽക്കുന്ന ഏതാണ്? ഇവിടെ 15 ആണ്. 15 ഒഴിച്ച് ബാക്കി എല്ലാം അഭാജ്യ സംഖ്യകളാണ്, പ്രൈം നമ്പേഴ്സ് ആണ്. 15ന് 2ൽ കൂടുതൽ ഘടകങ്ങളുണ്ട്. 1 3 5 15. ഇവിടെ അതുപോലെ 23 13 21 19. ഇവിടെ 21 മാത്രം ഭാജ്യ സംഖ്യയാണ്. ബാക്കി എല്ലാം പ്രൈം നമ്പേഴ്സ് ആണ്. ബാക്കി എല്ലാത്തിനും 2 ഘടകങ്ങളെ കാണും. ആ സംഖ്യ 1 മാത്രം. കേരളം തമിഴ്നാട് കർണാടക ന്യൂഡൽഹി. ന്യൂഡൽഹിയാണ് ഉത്തരം. ബാക്കി എല്ലാം സംസ്ഥാനങ്ങളാണ്. 9 10 7 8 5 6. ഇതിന്റെ പ്രത്യേകത നോക്കാം. പ്രത്യേകിച്ച് കൂട്ടിക്കുറച്ച് നോക്കിയിട്ടൊന്നും ഈ പാറ്റേണിന് ഒരു പ്രത്യേകത കാണുന്നില്ല. ഈ ഒന്നട വിട്ടുള്ള സംഖ്യകൾ നോക്കാം. 9 2 പോകെ 7 7 2 പോകെ 5. ഇനി 5 2 പോകെ ഇവിടെ എഴുതുക 3. എത്ര വരും? 3. ഇനി അതുപോലെ 10 2 പോകെ 8 ഒന്നട വിട്ടുള്ള സംഖ്യകൾ. 8 2 പോകെ 6. ഇനി 6 2 പോകെ 4 വരും. 3 4 വരും. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഇനി അടുത്തത് ഈ 1 മുതൽ 10 വരെയുള്ള ക്യൂബ് അങ്ങ് ഹൃദിസ്ഥമാക്കി വെക്കുക. 2 ക്യൂബ് 8 3 ക്യൂബ് 27 4 ക്യൂബ് 64 5 ക്യൂബ് വരെ ഏകദേശം എല്ലാവർക്കും അറിയായിരിക്കും. 125 6 ക്യൂബ് 216 7 ക്യൂബ് 343 8 ക്യൂബ് 512 9 ക്യൂബ് 729. അത് ഹൃദിസ്ഥമാക്കി വെക്കുക. അപ്പൊ ഇത് 512 നിന്ന് 1 കുറയുന്ന, അതായത് 8 ക്യൂബിൽ നിന്ന് 1 കുറയുന്നതാണ്. ഇത് 343 എന്ന് പറയും. 343 എന്ന് പറയും. 7 ക്യൂബിൽ നിന്ന് പറയും. ഇത് 6 ക്യൂബിൽ നിന്ന് പറയും. 8 ക്യൂബിൽ നിന്ന് പറഞ്ഞു 7 ക്യൂബിൽ നിന്ന് പറഞ്ഞു 6 ക്യൂബിൽ നിന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ എന്ത് വരും? 5 ക്യൂബിൽ നിന്ന് പറയും. 125 എന്ന് പറഞ്ഞാൽ
124 പേരും ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഇത് 4 ക്യൂബിൽ നിന്ന് 1 പറഞ്ഞു. അങ്ങനെ ആ പാറ്റേൺ പോയേക്കുന്നത്. 8 ക്യൂബിൽ നിന്ന് 1 പറഞ്ഞു, 512 നിന്ന് 1 പറഞ്ഞു, 343 നിന്ന് 1 പറഞ്ഞു, 7 ക്യൂബിൽ നിന്ന് 1 പറഞ്ഞു, 216 നിന്ന് 1 പറഞ്ഞു, 6 ക്യൂബിൽ നിന്ന് 1 പറഞ്ഞു, 5 ക്യൂബിൽ നിന്ന് 1 പറഞ്ഞു, 125 നിന്ന് 1 പറഞ്ഞു. അതാ കണ്ടുപിടിക്കേണ്ടത്. 124. ഇവിടെ 4 ക്യൂബിൽ നിന്ന് 1 പറഞ്ഞു. ആ രീതിയിലായി പാറ്റേൺ പോയിരിക്കുന്നത്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. √2 1024 ആയാൽ എന്നിന്റെ വില കാണും. √2 എന്ന് പറയാൻ 5½ ആണ്. √10 എന്ന് പറയാൻ 10½ ആണ്. സ്ക്വയർ റൂട്ട് പറയുമ്പോൾ 10½ ക്യൂബിക് റൂട്ട് ഓഫ് 10 ആണ് 10⁻⁴. നമുക്ക് ഇവിടെ √2 1024 തന്നിട്ടുണ്ടായാൽ എന്നിന്റെ വില എത്ര? അപ്പൊ √2 വരാൻ 2½ the whole raised to n സമം 2/10. a⁻m the whole raised to n a⁻m into n. അതായത് 2½ into n സമം 2/10. ഹാഫ് ഇൻറ്റു n എന്ന് പറഞ്ഞാൽ n/2. 2n/2 സമം 2/10. ഇവിടെ ബേസ് രണ്ടും തുല്യമാണ്. 2 ആയതുകൊണ്ട് പവേഴ്സ് നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. കൃത്യങ്ക നിയമം. ഇവിടെ n/2 എന്ന് പറഞ്ഞാൽ ഈ പവേഴ്സ് ഏതൊക്കെ n/2 ഉം 10ഉം. അത് ഇക്വേറ്റ് ചെയ്യുമ്പോൾ n/2 10 ആണെങ്കിൽ n സമം ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 10 × 2 20 കിട്ടും. ഓപ്ഷൻ ബി ആണ് ഉത്തരം. എങ്ങനെയാ പോയേക്കുന്നത് നോക്കാം. ഇത് 2² നിന്ന് 1 കുറച്ചു, ഇത് 4² നിന്ന് കുറച്ചു, 16 നിന്ന് കുറച്ചു, ഇത് 8² നിന്ന് കുറച്ചു, 2 4 8 16 32² നിന്ന് കുറയ്ക്കണം. 2 2 4 4 2 8 8 2 16 16 2 32. അങ്ങനെയാ പോയേക്കുന്നത്. 32² നിന്ന് 1 കുറയ്ക്കുക. 32² നിന്ന് 1 കുറച്ചാൽ എന്ത് വരും? 32² എന്ന് പറഞ്ഞാൽ 1024 ആണ്. അതിൽ നിന്ന് 1 കുറച്ചാൽ 1023. 4 നിന്ന് 1 കുറച്ചു, 16 നിന്ന് 1 കുറച്ചു, 64 നിന്ന് 1 കുറച്ച്. ഇതാ നമുക്ക് കണ്ടുപിടിക്കേണ്ട. 64 നിന്ന് കുറച്ചു, 63 ആണ്. ഓപ്ഷൻ ബി ആണ്. 216 നിന്ന് 1 കുറച്ച്, 16² നിന്ന് കുറച്ചു. ഇവിടെ 32² നിന്ന് 1 കുറച്ചു. അങ്ങനെ ഇത് പോയേക്കുന്നത് 1024 നിന്ന് കുറച്ചു. ഇനി ഇത് നമുക്ക് നോക്കാം. ഇതിന്റെ പ്രത്യേകത എന്തുവാ? 2ന്റെ സ്ക്വയർ, ഇത് 3ന്റെ സ്ക്വയർ, ഇത് 5ന്റെ സ്ക്വയർ, ഇത് 7ന്റെ സ്ക്വയർ, ഇത് 11ന്റെ സ്ക്വയർ, ഇത് 13ന്റെ സ്ക്വയർ. അതായത് തുടർച്ചയായിട്ടുള്ള അഭാജ്യ സംഖ്യകളുടെ സ്ക്വയർ ആണ്. അപ്പൊ പിന്നെ 13 കഴിഞ്ഞാൽ പിന്നെ അടുത്ത അഭാജ്യ സംഖ്യ അത് 17ന്റെ സ്ക്വയറാ വരണ്ടത്. അതായത് 289 വരും. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. തുടർച്ചയായിട്ടുള്ള അഭാജ്യ സംഖ്യകൾ പ്രൈം നമ്പേഴ്സ് 2 3 5 7 11 13 17ന്റെ സ്ക്വയർ വരും. 289. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് നന്നായി മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. ഈ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് ആവശ്യമുള്ള എല്ലാ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ തുടർന്നും ധാരാളം വീഡിയോസ് ഫ്രീമാത്സിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. താഴെ കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. താങ്ക്